അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ പറയുക, ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത്. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? അതേപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതവും. മാഷാ അല്ലാ, ഇന്ന് നമ്മൾ ആ ഒരു സ്വപ്നം നിറവേറുന്ന തിരക്കിലാണ്. സുബൈ ബാങ്ക് കൊടുക്കണതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓരോരുത്തരായിട്ട് ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് അങ്ങ് കയറി. നമ്മുടെ ലൈഫിലെ സുവർണ്ണ കാലഘട്ടം ഏതാന്നൊക്കെ ചോദിച്ചാൽ ഒരു സംശയമില്ലാണ്ട് പറയാം അല്ലേ? നമ്മുടെ പാരൻസ് ഉള്ള ആ ഒരു കാലം തന്നെയാണ്. എന്താ പറയുക, ഭയങ്കര ബ്ലെസ്സിങ് ആണത്. ഇവിടെ നവാസാക്കാൻ്റെ ഒപ്പയാണ് കേട്ടോ ബാങ്കൊക്കെ കൊടുക്കുന്നത്. അവരുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയണ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്കിവിടെ പാലൊക്കെ കാച്ചണം. അപ്പോൾ പാല് നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റീൽ കുടുക്കയൊക്കെ അകത്തോട്ട് അങ്ങോട്ട് മാറ്റി സെറ്റാക്കി വെക്കുവാണേ. നമ്മുടെ പാല് കാച്ചലും മൗലൂദും ഹൗസ് വാമിംഗ് പാർട്ടിയും എല്ലാം സെയിം ഡേ തന്നെ ആയിരുന്നേ. അപ്പോൾ മോർണിംഗിൽ നമ്മളങ്ങനെ അധികം ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നേ. പിന്നെ എക്സ്ട്രാ നമ്മൾ ഒരു ഉസ്താദിനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട്, അതായത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ച ആൾക്കാരോട് മുഴുവൻ വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിസ്കാരമൊക്കെ നടക്കുമ്പോഴേക്ക് നമ്മൾ പാല് കാച്ചലൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സാധാരണ എല്ലാവർക്കും നല്ല ഓവറായിട്ട് സന്തോഷമൊക്കെ വരുമ്പോൾ കരച്ചിലൊക്കെ വരൂലേ? പക്ഷേ ഞാൻ മുമ്പ് എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഇമോഷൻസ് ഒന്നും വരില്ല കേട്ടോ. എന്തോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഓവറായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും എനിക്ക് വരില്ല. എന്നാൽ ഒരാവശ്യമില്ലാണ്ട് വെറുതെ ഇരിക്കണ സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് അലച്ചിട്ട് അപ്പോൾ ആവശ്യമില്ലാത്ത ഇമോഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് വരികയും ചെയ്യും. എന്താല്ലേ, പലരും പല പോലെയാണല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര കാലമായി എന്നറിയോ പഠിച്ചോനെ നമ്മൾ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും എപ്പോഴും അൽഹംദുലില്ലാ എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ചിന്തണ്ടല്ലമ്മ? ഇല്ല, പൊന്തിക്കണം, നല്ല പൊന്തി. ഓഫാക്കി. അങ്ങനെ അവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞേക്കും തന്നെ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ടൈം ആയപ്പോഴേക്ക് നമ്മളൊക്കെ നിസ്കരിക്കാൻ പോയി. അങ്ങനെ നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടികൾക്കാണ് ചായയൊക്കെ കൊടുത്തത്. അവന്മാരെ അങ്ങോട്ട് പിരിച്ചു വിട്ടാൽ സമാധാനമായിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ വന്നിട്ട് ചപ്പാത്തി ഉണ്ട്, അതേപോലെ തന്നെ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി ഓൾറെഡി നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുള്ള കറിയായിരുന്നു. തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടി എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ കഴിച്ച്. കുഞ്ഞപ്പൻ അന്തം വിട്ട് നോക്കുകയാണേ. ആൾ ഉറങ്ങിയപ്പോൾ ആനക്കയറ്റത്തെ വീട്ടിലും ഉണർന്നപ്പോൾ അതാ നമ്മുടെ പുതിയ വീട്ടിലും അതാണ് അവസ്ഥ. ആൾ ഉറക്കത്തിൽ നിന്ന് എടുത്തു പോകുന്നതല്ലേ.
സമയം ഒരു 7 മണിക്ക് എങ്ങാണ്ടായിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ആരും ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നേരം നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അങ്ങോട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നമ്മുടെ മോർണിംഗ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടിയിരിക്കലിന് വേണ്ടിയിട്ട് നമ്മുടെ വീടൊക്കെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെയർ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ സൂം ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് അവിടെയാണ് നമ്മുടെ പന്തൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെയാണ് കൊടുക്കുന്നത്. ചെറിയ പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അത്ര ചെറുതുമല്ല, എന്നാൽ അത്ര അങ്ങോട്ട് വലുതുമല്ല. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താ പറയാനുള്ളത് പറയും. അതങ്ങനെ തട്ടാൻ പാടില്ല, അത് നടക്കൂല. ഇങ്ങോട്ട് നോക്ക്, പറയും. കുടിയിരിക്കലിനെ കുടിച്ച് 2 വാക്ക് പറയും. ഒരു 2 വാക്ക് പറയടാ. പറയ്. എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും. ഗൈസ്, ഇതിൻ്റെ നിഷുവിൻ്റെ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയും. പാത്രം കഴുകാനും വെള്ളം കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പാക്കാൻ ഒരു ചേച്ചിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ വരുന്നവർക്ക് എന്താ പറയുക, നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ട് അതിനുള്ള പുറപ്പാടിലാണ്. പോരാ അത് ഞാൻ പറഞ്ഞേ. മിക്സിയിലൊന്ന് അടിച്ചാൽ ഒരിത്തിരി കുറുങ്ങന കിട്ടും. ഐ തിങ്ക് ആ പാലും കൂടെ അതിക്ക് വേണ്ടി വരും. നമ്മൾ മാറ്റി വെച്ചു അല്ലേ? ഒരു വാട്ടറായില്ലേ? വാട്ടറായി. അപ്പോൾ ഫ്രിഡ്ജിന്നേ ഒരു വാട്ടറായി. ആ പാലും കൂടി വേണ്ടി വരും. അല്ല, അത് ഇത് പിസ്തന്റെ അല്ലെങ്കിൽ ഒരു ലൂസ് വാട്ടർ തന്നെ ആവൂലേ? അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണിക്കായി തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കൊക്കെ ഒന്ന് ഒരുങ്ങാൻ പോവാനെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ദിവസമല്ലേ, അപ്പോൾ നമ്മൾ ഒരുങ്ങാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു സമയമായപ്പോഴേക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലായിടത്തും ക്യാമറയും കൊണ്ട് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. അപ്പോൾ ചെറിയ രീതിക്കൊക്കെ ഉള്ള ഒരു വീഡിയോ എടുപ്പ് മാത്രമേ എന്തായാലും പറ്റത്തുള്ളൂ. എന്നാലും എന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ നിഷു ആണ് ഹെൽപ്പ് ആക്കുന്നത്. അപ്പോൾ മൗലൂദൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൗലൂദിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നീട് അങ്ങോട്ട് മൊത്തം ബിസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി ഈ വീട്ടിൽ നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും പൂർണ്ണ ആരോഗ്യത്തോടെയും ജീവിക്കാൻ പഠിച്ചോ നമുക്ക് ഭാഗ്യം തരട്ടെ അല്ലേ. നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.